നമസ്കാരം. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു സത്യമായ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇവിടെ ടൈമിങ്ങിന് വളരെ പ്രധാനമുണ്ട്. നമ്മൾ ഡിലേ വരുത്തുമ്പോൾ അത് വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് പിന്നീട് വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ടൈമിൽ തീരുമാനം എടുക്കുന്നത് ജീവിതത്തിന് രക്ഷയാകും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മെഡിക്കൽ ഇൻഫ്ലേഷനാണ്. ഇന്ന് നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്തോറും മെഡിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. മതിയായ കവറേജ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ ദുരിതപ്പെട്ടു പോകും. ചെറിയൊരു സർജറിക്ക് വരെ 1 lakh വേണം. ICU ബില്ലാണെങ്കിൽ 5 lakh വേണം. ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും പലരും ഡിലേ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം ഫാമിലി ഫ്ലോട്ടറാണ്. ഒരു കുടുംബത്തിന് ചെറിയൊരു കവറേജ്, കുടുംബത്തിന് വളരെ ചെറിയ കുടുംബമാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമ്മളൊരു വലിയ കവറേജ് തന്നെ എടുക്കുക. കാരണം കുടുംബത്തിലെ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കും വരിക. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ കവറേജ് എടുക്കുക. പല ആളുകളും ചെയ്യുന്നത് ഒരു കവറേജ് ഉണ്ടായാൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിനാണ് എടുക്കുക. അതിൽ തന്നെ പല റെസ്ട്രിക്ഷൻസും എക്സ്ക്ലൂഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോലും കിട്ടിയില്ല എന്ന് വരും. മൂന്നാമത്തെ കാര്യം ഹിഡൻ ക്ലോസസ് ആണ്. പല പോളിസികളിലും പല കമ്പനികളുടെ പോളിസികളിലും റൂം റെന്റ് ക്യാപ്പിംഗ്, വെയിറ്റിംഗ് പീരീഡ്, എക്സ്ക്ലൂഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ കവറേജ് എടുക്കാൻ. അതിനെയൊക്കെ മറികടക്കുന്ന കവറേജ് സ്കീം തന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലെയിം സെറ്റിൽമെന്റ് സ്പീഡാണ് നോക്കേണ്ടത്. പല കമ്പനികളും പല രീതിയിലാണ്. ചില കമ്പനികൾ ക്ലെയിം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അത്യാവശ്യ സമയത്ത് നമ്മളെ ഹെൽപ്ഫുൾ ആവണം എന്ന രീതിയിലാണ് നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ക്ലെയിം സെറ്റിൽമെന്റ് ഡിലേ വരികയോ അല്ലെങ്കിൽ അത് നടക്കാതിരിക്കുകയോ ചെയ്താൽ വളരെ ദുരിതപൂർണ്ണമായിരിക്കും, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രത്തോളം ഉണ്ട് എന്ന്. 100-ൽ ഒരു 90% ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെയാണ് അതിൻ്റെ സെറ്റിൽമെന്റ് സ്പീഡ് എങ്ങനെയാണ് എന്നുള്ളത്. പല ആളുകളും എടുത്ത ആളുകളുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തിരക്കുന്നത് നല്ലതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമ്മളൊരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കുറഞ്ഞ പ്രീമിയം അല്ല, ഏറ്റവും വലിയ കവറേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ചൈൽഡ് എഡ്യൂക്കേഷൻ ഡാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫോളോ us and take care. Bye.